mallu.home പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഇച്ചിരി ലിവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും പോരെ. ഇതിപ്പോൾ ഒരു 3/4 കിലോ നമുക്ക് ബീഫിന്റെ കരളുണ്ട്. അപ്പോൾ ഈ കരൾ ഫ്രൈ ആക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ബീഫ് കരൾ നന്നായിട്ട് കഴുകി ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് ഒലച്ച് കഴുകി അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പുമണമൊക്കെ പോകും. വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ ഉളുമ്പുമണമൊക്കെ പോയി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു 3-4 തണ്ട് കറിവേപ്പില ഏറെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 2 കഷ്ണം ഇഞ്ചി, കുറച്ച് ഒരു 10-12 അല്ലി ചെറിയുള്ളി, ഇനി ഒരു സവാള ഇല്ലെങ്കിലും ചെറുള്ളി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ചെറുള്ളി ഇട്ടാൽ മതി. സവാള ഇടണമെന്ന് നിർബന്ധമേ ഇല്ല. ഇനി നമുക്കതിലേക്ക് വേണ്ടതാണ് വെളുത്തുള്ളി. ഇപ്പോൾ ഒരു 20ഓളം വെളുത്തുള്ളി ഉണ്ട്. ഇപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ചെടുക്കും. സവാള അരിഞ്ഞ് കൊച്ചുള്ളി അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണോളം കുരുമുളക് പൊടി, ഇനി നമ്മൾ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഇട്ട് ഇളക്കി ഉപ്പും ഇട്ടിട്ട് നമുക്ക് ചെറിയ കുക്കറിൽ ഇത് വേവിക്കാൻ വെക്കാം. കുക്കറിൽ വെക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതല്ലാതെ തന്നെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുക്കറിൽ വേവിച്ചാൽ മതി. അപ്പോൾ ഞാനിന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇളക്കി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേകാൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലയുടെ പൊടി വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയും മസാലകൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇളക്കിക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കൈയിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലായിടത്തും പറ്റും. അപ്പോൾ അതെല്ലാം ഇളക്കി ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേകാൻ വെക്കാം. ഇപ്പോൾ ഒരു 2-3 വിസിൽ കൊണ്ട് ഇത് വേകും. ഒരുപാടിട്ട് വേവിച്ചാൽ അത് വെന്ത് പോകും. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിലൊക്കെ അടിച്ചു. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വഴറ്റി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടുന്നത് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം അതിനാണല്ലോ ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റും മണമൊക്കെ അതിലേക്ക് പിടിക്കുമല്ലോ. കറിവേപ്പില നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സവാള ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ ബീഫിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തല്ലേ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റാം. ഈ സവാള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതും നല്ലപോലെ ഒന്ന് വഴണ്ടി വരട്ടെ. ഇത് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഫ്രൈക്ക് ആവശ്യമുള്ള മെയിൻ സാധനമായിട്ട് ഉള്ള കുരുമുളക് നമുക്കിട്ട് കൊടുക്കാം. കുരുമുളക് ഫ്രഷായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ ചതച്ചിട്ടാൽ മതി, നല്ലപോലെ പൊടിയണ്ട. ഇപ്പം ചെറിയൊരു കടിക്കുന്ന പരുവത്തിൽ ഇടുകയാണെങ്കിലാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ്. അപ്പം നമുക്ക് അങ്ങനത്തെ കുരുമുളക് ഇല്ലാഞ്ഞുകൊണ്ട് കുരുമുളക് പൊടി വാങ്ങിയതാണ് കേട്ടോ. അപ്പം നിങ്ങളിടുമ്പോൾ
അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ചിട്ടാൽ മതി. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ചോ, അപ്പോൾ അവർക്ക് എരിവ് കാരണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണേ. ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊക്കെ ഇരുമ്പ് ചീൽച്ചട്ടിയിലൊക്കെ ആക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാട്ടോ ഫ്രൈ. അപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടും. ഇപ്പം നമ്മുടെ കരളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തു. ഇനി ഇപ്പം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇതിട്ട് വഴറ്റി ഒന്ന് നല്ലപോലെ വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ വറ്റി വരുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് നല്ല കളറൊക്കെ മാറിയിരിക്കും. നമുക്ക് ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തീ കൂട്ടിയിട്ടാം. അപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തീ കൂട്ടിയിട്ടിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയായിരുന്നു, തേങ്ങാക്കൊത്തിടുന്നത്. ഇപ്പോൾ ഓർക്ക് പൊടിപ്പോയി തേങ്ങാക്കൊത്തെടുത്തത്. അപ്പോൾ എണ്ണയിലൊന്നും വഴറ്റിയില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വരണ്ട് വരുമ്പോഴത്തേനും അതും വെന്തോളും. അപ്പോൾ നമുക്ക് ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇച്ചിരിയും കൂടെ കറിവേപ്പില പൊട്ടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ മണമൊക്കെ ആയിട്ട് അതങ്ങ് സെറ്റായി കിടന്നോളും. ഇപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു തുള്ളി പോലും വെള്ളമില്ല, നല്ല റെഡി ആയി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കരളു ഫ്രൈ ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വേണ്ടതാണ്, നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. വേണ്ട, അപ്പോൾ ഇത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.